ഈ വീഡിയോയിൽ കുറേ ജിയോ പൊളിറ്റിക്സ് വാർത്തകളാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമേ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക തീരുമാനം. അതായത് ഏതാണ്ട് 37ഓളം NGOകൾ ഗാസയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഈ NGOകളെ എല്ലാം തന്നെ ഇപ്പോൾ ബാൻ ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ. ബാൻ ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞാൽ ചുമ്മാ വെറുതെ അങ്ങ് ബാൻ ചെയ്തതല്ല, ഇനി അങ്ങോട്ട് ഗാസയ്ക്കുള്ളിൽ അടുക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ ഈ ഒരു UNGAയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഈ യുണൈറ്റഡ് നേഷൻസ് തന്നെയാണ് ഇവർക്ക് അപ്രൂവൽ കൊടുത്ത് അകത്ത് വിട്ടുകൊണ്ടിരുന്നത്. അപ്പം നെതന്യാഹു ട്രംപിനെ മീറ്റ് ചെയ്ത് സംസാരിച്ച ഒരു സാഹചര്യത്തിൽ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുടെ പക്കൽ നിന്നും കുറച്ച് ഒരു സ്ലോ മൂവിങ് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് നെതന്യാഹുവിൻ്റെ അടുത്ത് അമേരിക്ക ഉന്നയിച്ചത്. പക്ഷേ നെതന്യാഹു വളരെ കൃത്യമായിട്ട് അതിനെ ഒപ്പോസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള കോംപ്രമൈസിന് തയ്യാറല്ല. ഇൻഫാക്റ്റ് കഴിഞ്ഞ ട്രംപിൻ്റെ ഭരണകൂടത്തിൻ്റെ സമയത്ത് വളരെ എഫക്റ്റീവായിട്ട് വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിനോട് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് പൂർവാധികം ശക്തിയോടുകൂടി പ്രയത്നിച്ച ആളാണ് ട്രംപ്. പക്ഷേ ഈ ഒരു രണ്ടാം ട്രംപ് ഭരണകൂടത്തിൽ ആ ഒരു വിഷയത്തിൽ പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുന്നില്ല എന്നുള്ളൊരു വിയോജിപ്പ് നെതന്യാഹു രേഖപ്പെടുത്തിയതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത് അവരുടെ കോൺഫിഡൻഷ്യൽ ടോക്കിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അതിനെ തുടർന്ന് ശരിക്കും പറഞ്ഞാൽ നെതന്യാഹു പൂർണ്ണമായിട്ടുള്ളൊരു വിജയമാണ് ഈ അമേരിക്കൻ പര്യടനത്തിൽ നേടിയത്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ തകൃതിയായിട്ടുള്ള നീക്കങ്ങൾ തുടരും, ഗാസയ്ക്കുള്ളിൽ ആക്രമണം തുടരും, അതേപോലെ ഇപ്പം ലെബനന്റെ ഉള്ളിൽ എന്താണോ സ്റ്റേറ്റസ് കോ അത് അങ്ങനെ തന്നെ തുടരും. അപ്പം അതുകൊണ്ട് ഇസ്രായേൽ ഒരു സൈഡിലും ഇനി ഒരു കോംപ്രമൈസിന് തയ്യാറല്ല. മറ്റുള്ളവർ കോംപ്രമൈസിന് തയ്യാറാകുന്ന ആ ഒരു സാഹചര്യം വരെ ഇസ്രായേൽ തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പം നിലവിലുള്ള ആ ഒരു അമേരിക്ക സന്ദർശനം വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണോ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രവൃത്തി തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് നിർണായകമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നെതന്യാഹുവിൻ്റെ മേലിലുള്ള ഈ ഒരു ക്രിമിനൽ കേസുകൾ, അപ്പോൾ ഈ കേസുകൾ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഐസക് ഹെർസഗോവിന് ട്രംപ് ഒരു കത്തയച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ട്രംപ് വലിയ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഇന്നലെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. അമേരിക്കയിൽ വെച്ചിട്ട് നെതന്യാഹുവിൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് നടത്തിയത്. അതായത് നെതന്യാഹുവിന് ഒരു മാപ്പ് ഇസ്രായേലിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇസ്രായേലിൻ്റെ കോർട്ട് അതിനെ കൺസിഡർ ചെയ്യും. പ്രസിഡന്റിൻ്റെ നിർദ്ദേശത്തിനെ തുടർന്ന് ഇത് നടപ്പിലാക്കപ്പെടും എന്നാണ് ട്രംപ് അവിടെ പറഞ്ഞു വെച്ചത്. അതിനെ എതിർത്തുകൊണ്ട് ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്നും ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ഐസക് ഹെർസഗോവ് ഇതിനെ എതിർത്ത് സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് ട്രംപ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളോട് ഞാൻ യോജിക്കുന്നില്ല, അത് എൻ്റെ വാക്കുകളല്ല എന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് എന്താണോ പ്രോട്ടോകോൾ അതിനനുസരിച്ച് നടക്കുകയുള്ളൂ കാര്യങ്ങൾ. ഇസ്രായേലിൻ്റെ കോടതി അങ്ങനെ ഒരിക്കലും ആർക്കും മാപ്പ് എന്ന് അങ്ങനെ ഒന്നും കൊടുക്കാറില്ല. ശരിക്കും ഈ മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നെതന്യാഹുവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നെതന്യാഹു ഈ ഒരു കേസിൽ കുറ്റവാളിയല്ല എന്നുണ്ടെങ്കിൽ അത് തെളിയിച്ച് നിരപരാധിത്വം തെളിയിച്ച് ഈ ഒരു കേസിൽ നിന്ന് വെളിയിൽ വരുന്നതാണ് നെതന്യാഹുവിന് അഭിമാനം. അതാണ്, അങ്ങനെ തന്നെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അതിലുപരിയായിട്ട് മാപ്പൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ബിഹേവിയറാണ്. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. നെതന്യാഹുവിൻ്റെ മേലുള്ള കുറ്റം സംശയരഹിതമായി തെളിയിക്കപ്പെട്ടാൽ മാത്രമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് തന്നെ പ്രസക്തി ഉണ്ടാവുന്നത്. കുറ്റം തെളിയിക്കപ്പെടാതെ ഒരു വ്യക്തിക്ക് എന്തിനാണ് മാപ്പ്? ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് അന്ന് തന്നെ ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ചോദിച്ചതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നെതന്യാഹുവിന് അത്ര ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ട്രംപ് എടുത്തെടുത്ത് ഇത് പറയുകയാണ്. ഇങ്ങനെ ഇത് ട്രംപിനോട് കൂടുതൽ അടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നെതന്യാഹു ഒരു കുറ്റക്കാരനാണെന്നുള്ള ഒരു മുൻവിധിയോടുകൂടി മാപ്പ് വേണം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത് മാതിരിയുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. LNT ലാർസൻ ആൻഡ് ടോബ്രോ എന്ന് പറഞ്ഞ കമ്പനി തേജാസ് MK1 രണ്ടാമത്തെ ഫൈറ്റർ ജെറ്റിൻ്റെ വിങ്സ് ഡെലിവറി ചെയ്തിരിക്കുകയാണ്. ഈ വിങ് മാനുഫാക്ചറിങ് ചെയ്യാനുള്ള ആ ഒരു ലൈസൻസ് ഇവർക്കാണുള്ളത്. അവരാണ് ശരിക്കും ഇതിനകത്ത് ജോയിൻറ്റ് വെഞ്ചറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ അതിൻ്റെ സെക്കൻഡ് ബാച്ച് അവർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇന്ത്യ മൂന്നാമത്തെ റെയർ എർത്ത് എലമെൻറ്റ്സ് റിസർവ് ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അതിപ്പോൾ ഇച്ചിരി ലാഗിലാണ്. അങ്ങനെയുള്ള വാർത്തയാണ് വരുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഈ മൈനിങ് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ആ തർക്കം, ഈ ആരവല്ലി കുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട തർക്കം വല്ലാത്ത രീതിയിൽ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മൈനിങ് പ്രോജക്റ്റുകളിലേക്കുള്ള ആ വർക്കുകൾ ഇച്ചിരി തടസ്സപ്പെട്ടിട്ടുണ്ട്. ശരിക്കും അത് തടസ്സപ്പെടും. കാരണം ഈ എന്ത് മൈനിങ് ആണെങ്കിലും അതിൻ്റെ ക്ലിയറൻസ് ഒക്കെ കൊടുത്താൽ തന്നെയും ചില വിഷയങ്ങൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ആർഗ്യൂ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ തടസ്സപ്പെടുന്നത്. എനിവേ ഗവൺമെൻറ് ഇതിന് മറ്റു മാർഗ്ഗങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ മാർഗ്ഗങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് ഇതിനൊരു പോംവഴി കാണേണ്ടതുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെയർ എർത്ത് എലമെൻറ്റ്സും വളരെ അത്യാവശ്യമാണ്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഈ വർദ്ധിച്ചു വരുന്ന ഈ ഒരു ഗ്ലോബൽ കോമ്പറ്റീഷനിൽ നമ്മളുടെ നാച്ചുറൽ അസറ്റുകളും നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അത് നമുക്ക് ഒരുപാട് ദോഷം വിളിച്ചു വരുത്തും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഒരു തടസ്സം നേരിടേണ്ടി വരുന്നത്.
അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ ഈ മോണോപ്പൊളിയൊക്കെ ഒഴിവാക്കണം. ഈ മോണോപ്പൊളിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഗുജറാത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബിസിനസ്മാൻ മാത്രമല്ലാണ്ട് ഇന്ത്യയിൽ മറ്റു പല മേഖലകളിലും നിന്നുള്ള കമ്പനികളെയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അവരെയൊക്കെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം. ഒരു കമ്പനി ഒരു 10 പ്രോജക്റ്റ് ഇന്ത്യക്കുള്ളിൽ നടത്തുന്നുവെങ്കിൽ ആ കമ്പനിയെ 11ാമത്തെ പ്രോജക്റ്റിൽ ബിഡ് ചെയ്യാൻ അനുവദിക്കരുത്. അതിനൊരു പോളിസി കൊണ്ടുവരണം. എന്നാൽ മറ്റുള്ള ആൾക്കാർക്കും കൂടി ഒരു അവസരം കിട്ടട്ടെ എന്നുള്ള രീതിയിൽ അത് മാറ്റിക്കൊടുക്കണം. അതായത് 11ാമത്തെ ഒരു കമ്പനിക്ക് തീർച്ചയായിട്ടും, അതായത് ഈ ഒരു 10 കമ്പനി ഓൺ ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അദാനിയെ പോലെ ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ടെടുത്ത് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ ഈ കമ്പനികളെ ക്ഷണിച്ചു വരുത്താം. അങ്ങനെയൊക്കെ പോളിസികൾ ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ എല്ലാം കൂടി ഒരു മോണോപോളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. പ്രത്യേകിച്ച് ഒരു ഡെമോക്രാറ്റിക് നേഷനാണ്. ചെറിയ ചെറിയ വിഷയങ്ങൾ മതി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളൊക്കെ സംഭവിക്കാൻ. ഈ വാർത്ത ISROയിൽ നിന്ന് വരുന്നതാണ്. ശരിക്കും നമ്മൾ 2025 ഗഗൻയാൻ പ്രോജക്റ്റ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിരുന്നതാണ്. പക്ഷേ അത് 2025 നടന്നില്ല. ഇനി അത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. അത് ഏതാണ്ട് 2027 ആകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് ഇന്ത്യൻ യുവാക്കളുടെ ഒരു പ്രതീക്ഷയാണ് ശരിക്കും പറഞ്ഞാൽ ISRO. അപ്പോൾ ഈ പ്രോജക്റ്റുകൾ എത്രത്തോളം ഇന്ത്യ വളരെ ആക്യുറേറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതിനനുസരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ കൂടിയാണ്. ഈ ISRO എന്ന് പറയുന്നത് അത്ര ചെറിയ വിഷയമല്ല. ഒരുപാട് യുവാക്കൾ ഇതിനെ നോക്കി കാണുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച, അത് സ്പേസ് മേഖലയിൽ വളരുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. ഒരുപാട് പേർക്ക് സാധിക്കുന്ന, ഒരുപാട് രാജ്യങ്ങൾക്ക് തന്നെ നടത്താൻ പറ്റാത്ത വിഷയങ്ങളാണ്. അപ്പോൾ ആ വിഷയത്തിൽ ISRO റിമാർക്കബിൾ ആയിട്ടുള്ള ഗ്രോത്ത് നേടി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ ഗഗൻയാൻ മിഷൻ്റെ ആ ഒരു ഡിലേ അത് ഇച്ചിരി ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഗഗൻയാൻ ഇപ്പം 2027 പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഒരു പ്രത്യേക മിലിറ്ററി ഓപ്പറേഷൻ നടത്തുകയാണ്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ആണ് ശരിക്കും. അപ്പോൾ ഇത് ഓപ്പറേഷൻ സർദ് ഹവ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇത് രാജസ്ഥാൻ്റെ ആ ഒരു ബോർഡർ ഏരിയയിൽ, ശരിക്കും രാജസ്ഥാൻ പാകിസ്ഥാൻ ബോർഡർ ഏരിയയിലാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. BSF ആണ് നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബോർഡർ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ട്രെയിനിങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ജനുവരി 26 ഇന്ത്യക്കുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ട്രെയിനിങ്ങുമാണ്, ഒപ്പം ഇതൊരു സെക്യൂരിറ്റി റീസണും കൂടിയാണ്. അപ്പോൾ ട്രെയിനിങ് കം സെക്യൂരിറ്റി ആ മാതൃകയിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജമ്മു കാശ്മീർ മേഖലയിൽ ഇന്ത്യ ഈ ജയ്ഷെ മുഹമ്മദുമായിട്ട് ബന്ധപ്പെട്ട ചില ഭീകരരെ അവിടെ തിരയുന്നുണ്ടെന്നുള്ളത്. കിഷ്ത്വാർ പൂഞ്ച് മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഭീകരൻ അവിടെ ഉണ്ടല്ലോ, ആദിൽ എന്ന് പറഞ്ഞ ഒരുത്തൻ, ഈ ജയ്ഷെ മുഹമ്മദുമായിട്ട് ബന്ധമുള്ള, സെഫിയുള്ളയുമായിട്ട് ബന്ധമുള്ള ആദിൽ എന്ന് പറഞ്ഞ ഒരുത്തനെ ആണ് അവിടെ തിരയുന്നത്. അവനെ തിരഞ്ഞിപ്പം പൂഞ്ച് മേഖല വരെ എത്തിയിട്ടുണ്ട്. അതുപോലെ ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി BNP പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഖാലിദ സിയ അന്തരിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് 80 വയസ്സായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരുടെ മകനാണ് താരിഖ് റഹ്മാൻ. ഇപ്പോൾ ഈ ഒരു BNP പാർട്ടിയെ നയിക്കാൻ വേണ്ടിയിട്ട് UK നിന്നും ഇപ്പോൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിൽ വന്ന് ഇറങ്ങിയത്. വലിയ കോലാഹലങ്ങളായിരുന്നു. അപ്പോൾ എന്തായാലും അയാളുടെ ജീവന ഭീഷണിയുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പോൾ ഈ ഖാലിദ സിയയുടെ ഫ്യൂണറൽ സെറമണിക്ക് ഇന്ത്യയിൽ നിന്നും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ നേരിട്ട് പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ തന്നെയും ഇപ്പം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പോയി പങ്കെടുക്കും, അതൊക്കെ ഒരു മര്യാദയുടെ ഭാഗമാണ്. പക്ഷേ ബംഗ്ലാദേശ് ഇന്ത്യയിലുള്ള ബംഗ്ലാദേശ് കൗൺസിലറിനെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. അവർ വീണ്ടും തിരികെ ഇങ്ങോട്ട് അയക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഡൽഹി ബംഗ്ലാദേശിനുള്ളിൽ നടക്കുന്ന കലാപങ്ങളെ തുടർന്ന് ഇന്ത്യൻ കൗൺസിലേറ്റ് ഉദ്യോഗസ്ഥരെ, ഇന്ത്യൻ ഹൈക്കമ്മീഷണറെയൊക്കെ തിരിച്ചു വിളിച്ച സാഹചര്യത്തിലാണ് ഒരാഴ്ചയ്ക്ക് ശേഷം ബംഗ്ലാദേശ് ഇപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തിട്ട് അവരുടെ കൗൺസിൽ മെമ്പേഴ്സിനെയും തിരികെ വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഖാലിദ സിയയുടെ സെറമണി നടക്കുന്നത് ഇന്നാണ്. അപ്പോൾ ഇന്ന് ജയശങ്കർ ഓൾറെഡി തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ചൈന 2 ദിവസമായിട്ട് തായ്വാൻ്റെ മേളിൽ നല്ല രീതിയിലുള്ള മിലിറ്ററി എക്സസൈസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേവൽ എക്സസൈസും നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്ന് അമേരിക്കയുടെ സൈഡിൽ നിന്ന് വാണിംഗ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് ക്വാഡുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക മൂവ്മെൻറ്റ്സ് ശക്തിപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഫ്രീ മൂവ്മെൻറ്റ്, അതായത് ചൈനയുടെ ഈ ഒരു സൗത്ത് ചൈന സീയിലുള്ള ആ ഒരു മിലിറ്ററി പരേഡും നേവൽ ഡ്രില്ലും കാര്യങ്ങളൊക്കെ നടത്തുന്ന സാഹചര്യത്തിൽ ക്വാഡ് വളരെയധികം കെയർഫുൾ ആയിട്ട് പെരുമാറണം, ക്വാഡ് അവരുടെ പവർ കാണിക്കണം എന്ന് തന്നെയാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. പവർ കാണിക്കാൻ ഇപ്പോൾ ഇതിനകത്ത് എന്താണ്, അതായത് ക്വാഡിനെ ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് ക്വാഡ് എന്ന് വിളിക്കുന്നത് അമേരിക്ക. അല്ലാത്ത സമയത്ത് ക്വാഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള കൺസേണോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ മീറ്റിങ്ങോ പോലും അറേഞ്ച് ചെയ്യാൻ അമേരിക്കയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് ക്വാഡിൻ്റെ പരാജയവും. ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ വാങ് യി പറഞ്ഞിരിക്കുന്നത് ചൈന എന്ത് വില കൊടുത്തും അമേരിക്കയുടെ ആയുധം എക്സ്പോർട്ട്, തായ്വാനിലേക്കുള്ള അമേരിക്കയുടെ ആയുധം എക്സ്പോർട്ടിനെ തടയും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്ത് വില കൊടുത്തും തടയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തടയും എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ തടയാൻ പറ്റില്ല, സ്റ്റേറ്റ്മെൻറ്റിൽ തടയാം എന്നാണ്. കാരണം തായ്വാനിൻ്റെ
ആയുധ ഇറക്കുമതി എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ വിഷയമല്ല. അമേരിക്കയുമായിട്ട് അവർക്ക് വളരെ ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ട്രംപ് വന്നതിന് ശേഷം ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നല്ലാതെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ ട്രംപ് വന്നതിന് ശേഷം ഈ വ്യാപാര ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചില ഉലച്ചിലുകളൊക്കെ ഉണ്ട് എന്നുള്ളതിലുപരിയായിട്ട് മറ്റു മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്തായാലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.